കഥാപാത്രം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഓട്ടോരാജയിൽ ഐറ്റം ഡാൻസ് ചെയ്തതെന്ന് നടി ഭാമ. ഇനി ഒരു ചിത്രത്തിലും ഐറ്റം ഡാൻസ് ചെയ്യില്ലെന്നും ഭാമ റിപ്പോർട്ടറോട് പറഞ്ഞു. രാധ എന്ന സാധാരണ പെൺകുട്ടി സിനിമയിലേക്ക് അരങ്ങേറ്റം നടത്തുന്നതാണ് ഓട്ടോരാജയുടെ കഥ. നായിക പ്രാധാന്യമുള്ളതുകൊണ്ടും കഥാപാത്രത്തിന് ഒരു മാറ്റം ആവശ്യം വന്നതുകൊണ്ടുമാണ് ഓട്ടോരാജയിൽ ഐറ്റം ഡാൻസ് ചെയ്തതെന്ന് നടി ഭാമ പറയുന്നു. ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. കാരണം എനിക്ക് തോന്നുന്ന കന്നഡയിലെ ഒരു നല്ല ആർട്ടിസ്റ്റാണ് ഗണേശ. അവർ പോലും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ മാത്രമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിംസ് എനിക്ക് കർണാടകയിൽ നാളെ ഗുണകരമായേക്കാവുന്ന പടം ഇറങ്ങി അതിൻ്റെ സക്സസിനെ പറ്റിയിട്ടോ ഫെയിലിയറിനെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ കയ്യിലല്ല. പക്ഷേ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പിന്നെ എനിക്കത് ആവശ്യമായിരുന്നു. എനിക്കിപ്പോഴും ഒരു പ്രൗഡ് തോന്നുന്ന ഒരു കാര്യം, ഞാനൊരിക്കലും ഒരു സാധാരണ ഫിലിമിൽ പോയിട്ട് ഹീറോയിന് 10 സീനും അല്ലെങ്കിൽ ഹീറോയിന് ഒരു 5 മാസ് സോങ്സ് ഒക്കെ ഉള്ളൊരു ഫിലിമിൽ പോയിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. മലയാളത്തിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ചെയ്ത ശേഷമാണ് ഭാമ അന്യഭാഷാ സിനിമകളിലേക്ക് ചേക്കേറിയത്. ഭാമയുടെ മൂന്നാമത്തെ കന്നഡ ചിത്രമായിരുന്നു ഉദയ് പ്രകാശ് സംവിധാനം ചെയ്ത ഓട്ടോരാജ. ഭാമയുടെ ഐറ്റം നമ്പർ കൊണ്ട് റിലീസിന് മുൻപേ ചിത്രം ശ്രദ്ധ നേടി. കന്നഡയിൽ നായിക സാന്നിധ്യം ഉറപ്പിക്കാൻ ഓട്ടോരാജ സഹായിച്ചു. ഇനി ഒരു ഭാഷയിലും ഐറ്റം നൃത്തം ചെയ്യുകയില്ലെന്ന് നടി ഭാമ പറയുന്നു. ഞാൻ ചെയ്തത് ഓട്ടോരാജ എന്ന് പറയുന്ന അത്രയും നല്ലൊരു ഫിലിമിന്, അത്രയും നല്ലൊരു മികച്ച കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഉണ്ടാവില്ലായിരിക്കും, മിക്കവാറും ഉണ്ടാവില്ലായിരിക്കും. തമിഴിലും ഇംഗ്ലീഷിലുമായി പുറത്തിറങ്ങുന്ന ശ്രീനിവാസൻ രാമാനുജനാണ് ഭാമയുടെ പുതിയ ചിത്രം. തമിഴിലും ഇംഗ്ലീഷിലുമാണ് ഫിലിം എടുക്കുന്നത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കരിയറിൽ തന്നെ ഒരു ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആയേക്കാവുന്ന ഒരു ഫിലിം ആയേക്കാം. കാരണം പിന്നെ ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് ഈ മലയാള സിനിമയിൽ നിന്ന് ഒരു ഇപ്പം എല്ലാവരും പറഞ്ഞത് വെച്ചിട്ട് ശരിയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ഒരു ഹീറോയിന് ഇംഗ്ലീഷിൽ പോയി ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിലും ഒരുപിടി ചിത്രങ്ങൾ ഭാമയുടേതായി പുറത്തിറങ്ങുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ.